ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പാക്കറ്റ് പാലട മിക്സ് വെച്ചിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി പിങ്ക് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പാൻ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ. ഒരു ബ്രൗൺ കളറിലേക്ക് ഇത് മാറും. അതുവരേക്ക് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കണ്ടീഷൻ ആകുമ്പോൾ ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അതുവരെയും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊന്ന് കട്ടയായിട്ട് വരും. അത് കുഴപ്പമില്ല. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും കേട്ടോ. ഇപ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് അലിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പശുവും പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. മുഴുവൻ ടൈമും നിന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാല് ചൂടായി വന്നപ്പോൾ ഞാൻ ഏലക്ക കൂടി ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 ഏലക്കയാണ് എടുത്തിരുന്നത്. അത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചേർത്തോളാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മിക്സിൽ പഞ്ചസാര മുകൾ ഭാഗത്ത് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഫുള്ളായിട്ട് മിക്സ് ആയിട്ടല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് പഞ്ചസാര മാറ്റിയതിന് ശേഷമാണ് ബാക്കി ഞാൻ ചേർത്തത്. റെഡി ടു കുക്ക് മിക്സൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ പഞ്ചസാര നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ നല്ല മധുരം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ പഞ്ചസാര എടുത്ത് മാറ്റിയത് കൊണ്ട് വലിയ മധുര വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ള മധുരമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആ പാലട വേകുന്നവരെയും നമുക്കിതൊന്ന് തിളപ്പിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വേറെ. ആദ്യം നമ്മൾ കാരമൽ ചെയ്ത സമയത്ത് ഒഴിച്ച വെള്ളം തന്നെയാണ്. ബാക്കി വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് അട വേകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ നല്ല കുറുകി വന്നിട്ടുണ്ട്. കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് നല്ല പിങ്ക് കളർ വന്നിട്ടുണ്ട്. നമ്മുടെ പിങ്ക് പായസം ഇവിടെ റെഡിയാണ്. അപ്പോൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടാവും. എന്നാലും ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമില്ല. 1 ടീസ്പൂൺ നെയ്യ് മാത്രം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ പിങ്ക് പായസം ഇവിടെ റെഡിയാണ്. അടുത്ത തവണ പാക്കറ്റ് മിക്സ് വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലും അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വരാം. Thank you for watching.